ഏവർക്കും നൊമാഡിക് നിക്കോണിയൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് കുട്ടമ്പുഴ ഭാഗത്തേക്കാണ്. അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര. നമ്മൾ നേരെ പോകുന്നത് ആനക്കയത്തേക്കാണ്. കുട്ടമ്പുഴക്കടുത്തുള്ള സ്ഥലമാണ് ആനക്കയം എന്ന് പറയുന്നത്. കുട്ടമ്പുഴ ടൗൺ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണം. അവിടെ കഴിഞ്ഞ് 2 ആഴ്ചയായിട്ട് ആനകൾ ഇറങ്ങിയിരുന്നു. അപ്പോൾ ആനകളെ കാണാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. രാവിലെ ഏകദേശം 9:30ക്കാണ് ഇവിടെ വന്നത്. ഇവിടെ നോക്കുമ്പോൾ ആനകളൊന്നും കാണാൻ സാധിച്ചില്ല. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തായിരുന്നു, പക്ഷേ ആനകളെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മിനി സിക്സ് ഓഫ് കേരളയിലോട്ടാണ് പോകുന്നത്. നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഒരു ചായ കുടിക്കാനായിട്ട് കുട്ടമ്പുഴയിലൊരു ഹോട്ടലിൽ കയറി. ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. ഈ വ്യൂ പോയിൻറ്റിൽ ആനകൾ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ വിൻഡോ സീറ്റിലിരുന്ന് നമുക്ക് ചായ കുടിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മിനി സിക്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന തട്ടക്കാടിനും കുട്ടമ്പുഴയ്ക്കിടയ്ക്കുള്ള ഒരു സ്ഥലത്താണ്.
സ്വിറ്റ്സർലൻഡ് ഓഫ് കേരളയുടെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ ആനക്കയത്തേക്ക് ഏകദേശം ഒരു 12 മണിയോടുകൂടി തിരിച്ചു വന്നു. ആനകളെ കാണാൻ സാധ്യതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഏകദേശം 1 മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. പക്ഷേ ആനകളെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. തട്ടേക്കാട് ബേർഡ് സാഞ്ചുറിയുടെ അടുത്തുള്ള മനോഹരമായ പുൽത്തകടിയാണിത്. ഇവിടെ സർവീസ് നടന്ന ബോട്ടുകളാണ് ഇപ്പോൾ കയറ്റി വെച്ചിരിക്കുന്നത്. ഇവിടെ ഡാം ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറും. അപ്പോൾ ബോട്ടുകൾ സർവീസ് നടത്തും. നമ്മളപ്പോൾ തിരിച്ചു പോവുകയാണ്. പോണ വഴിക്ക് അവിടെ ഫോറസ്റ്റുകാർ വണ്ടി തടഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങി ചെന്ന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ആന ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ആന പോകാനായിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഒരാന റോഡിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്ത് പോയായിരുന്നു. വളരെ പെട്ടെന്നാണ് പോയത്. നമ്മൾ വളരെ നിസ്സാരമായിട്ടുള്ള സമയത്ത് കണ്ടോളൂ. വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല.